ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനവും അതുപോലെ നല്ലൊരു ന്യൂ ഇയറും ഹാപ്പി ന്യൂ ഇയറും ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. ഇന്ന് നമ്മളുടെ 238ാമത്തെ മീറ്റിംഗ് ആണ്. അത് തന്നെ ആ നമ്പർ കേൾക്കുമ്പോൾ തന്നെ അറിയാം കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ട് വന്ന ആ ആ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ എപ്പോഴും ഈ നമ്പർ കാണുമ്പോഴേ കർത്താവെ ഇത്രയും മീറ്റിംഗ് നന്നായിട്ട് നടത്താനുള്ള എല്ലാ കൃപയും ദൈവം ഒരുക്കിയല്ലോ, അത് അനുഗ്രഹത്തോടെ നടക്കാൻ സഹായിച്ചല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇന്നും ആ നിലയിൽ ഒരുപാട് ഇടയാക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മാക്സിമം എല്ലാവരും ഈ പ്രയർ മീറ്റിങ്ങിനും മറ്റെല്ലാ മീറ്റിങ്ങുകൾക്കും ഈ പുതിയ വർഷം അറ്റൻഡ് ചെയ്യുവാൻ കൂടുതൽ ഉത്സാഹിക്കുകയും സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും കടന്നു വരികയും ചെയ്യണം. പ്രത്യേകം ഇന്ന് പ്രയർ മീറ്റിംഗ് ആണല്ലോ. നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നാം യോബിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്കത് അറിയാം അല്ലേ? മറ്റുള്ളവരെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതി മാറ്റി. അത് ഓർക്കുമ്പോൾ ഇയ്യോബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു അല്ലേ? ശപിച്ചവരായിരുന്നു. ഒരുപാട് ദുഷിച്ചു അവര് ഓരോന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് പിന്നുണ്ടായ അനുഭവം എന്തുവാ? ഇയ്യോബിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുവാൻ, ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ കർത്താവിന് അറിയാം. എന്നാൽ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിയെല്ലാം മാറ്റും. അതുകൊണ്ട് താല്പര്യപൂർവ്വം എല്ലാവരും ഈ പുതിയ വർഷത്തിൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും കൂടുതൽ കൃപകളെ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അതുപോലെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ വായിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആ സ്നേഹത്തിലും ആ സന്തോഷത്തിലുമാണല്ലോ കർത്താവ് നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളെ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഓർഡർ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് പോയി അതിന്റെ ഓപ്പണിംഗ് പ്രയറിനായിട്ട് ഇന്ന് നമുക്ക് ഉള്ളത് മുംബൈയിൽ നിന്നും സിസ്റ്റർ ലതാ സ്വരൂപാണ്. സിസ്റ്ററിനെ സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരേ അസംബ്ലിയിൽ നിന്നുള്ളവരാണ്. ആ ഒരു കൂട്ടായ്മയും സന്തോഷവും ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും മീറ്റിങ്ങിന് കടന്നു വരാൻ കഴിയാത്തത് ഈ ടൈമിലൊക്കെയാണ്. ബ്രദറും മോളും ഒക്കെ ജോലി കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് സിസ്റ്ററിന് മൊത്ത സമയമൊന്നും ഇരിക്കാൻ കഴിയാറില്ല. അങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ മീറ്റിങ്ങിനും ചർച്ചിന്റെ എല്ലാ കാര്യങ്ങൾക്കും താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ന് പാട്ട് പാടാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനീമ ജസ്റ്റിൻ അയർലൻഡിൽ നിന്നാണ്. പ്രിയ മകളെയും മീറ്റിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നെറ്റിന്റെ തടസ്സമൊന്നും ഇല്ലാതെ പാടുവാൻ ദൈവം സഹായിക്കും. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. ആത്മനിറവോടെ പാട്ട് പാടുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. മെസ്സേജിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് സാറ മാത്യു ആൻറ്റി ഹ്യൂസ്റ്റണിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻറ്റിയും സ്നേഹത്തോടും ആദരവോടും കൂടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻറ്റിക്ക് പലപ്പോഴും ക്ഷേമമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇത്രത്തോളം ക്ഷേമത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ നമുക്ക് പ്രയറിന് 7:25 വരെയുള്ള സമയം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നു. ഇന്നും അതുപോലെ ഓർത്ത് പ്രാർത്ഥിപ്പാനും നമുക്ക് ഈ പ്രാർത്ഥനയിൽ മാത്രമല്ല, തുടർന്ന് നമുക്ക് ആ വിഷയങ്ങളെയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലാസ്റ്റില് നമ്മുടെ ക്ലോസിംഗ് പ്രയറിനായിട്ട് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷേർലി കോശി. ഇപ്പോഴ് ഇറ്റലിയിലായിരിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള സഹോദരിയാണ്. ഇപ്പൊ ഇറ്റലിയിലായിരിക്കുന്നു. പ്രിയദാസിയെയും മീറ്റിങ്ങിലേക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇപ്പോൾ ലത സിസ്റ്റർ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് മീറ്റിംഗ് ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ ഈ വൈകിയ സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ഇന്ന് 238-ാമത്തെ സൂം പ്രെയർ മീറ്റിംഗിനായിട്ട് കർത്താവെ പുതുവർഷത്തില് വീണ്ടും അടിയങ്ങൾ സഹോദരിമാരെ കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് കർത്താവെ ഓൺലൈൻ വഴിയായി ദൈവസന്നിധിയിൽ കൂടുവരുവാൻ ദൈവം അവിടുന്ന് അനുവദിച്ചുവല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ഇൻട്രൊഡക്ഷനിൽ കർത്താവെ ഓർപ്പിച്ചതുപോലെ ദൈവം എത്രയും മീറ്റിംഗ്സ് കർത്താവ് എത്രയും കൂട്ടായ്മകള് അടിയങ്ങൾക്ക് കർത്താവ് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവമേ സമയം ചെലവഴിക്കുവാൻ അടിയങ്ങൾക്ക് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ അവിടുത്തെ ദയ, അവിടുത്തെ വിശ്വസ്തത എത്ര വലുതാണെന്ന് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കി തീർത്തുവല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കുമാറാകണമേ. അവിടുന്ന് അടിയങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വാഗ്ദത്ത പ്രകാരം അവിടുന്ന് കർത്താവെ വാഗ്ദത്തങ്ങളെ ദൈവമേ നിറവേറ്റുന്ന ദൈവമാണ്. അത് കീപ്പ് ചെയ്യുന്ന ദൈവമാകിയാൽ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അടിയങ്ങളുടെ മധ്യത്തിൽ വാസമായിട്ട് കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരും ദൈവസാന്നിധ്യ ബോധത്തിലായിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാംസിനെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഇൻട്രൊഡക്ഷനും ലീഡിങ്ങും ചെയ്യുന്ന കർത്താവെ അങ്ങയുടെ ദാസിയെ സിസ്റ്റർ ഷേർലിയെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് പ്രിയദാസിയെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോങ്സ് പാടുന്ന സിസ്റ്റർ അനീമയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവെ അത് ദൈവനാമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവെ പ്രിയദാസി അവിടുന്ന് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ തുടർന്നും അവിടുത്തെ നാമമഹത്വത്തിനായി നിലനിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മെസ്സേജ് അടിയങ്ങൾക്ക് ഇന്ന് നൽകി തരുവാൻ അടിയങ്ങളോട് ഷെയർ ചെയ്യുവാൻ അവിടുന്ന് സാറാൻറ്റിയെയും ഒരുക്കിയിരിക്കാൻ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസിയിലൂടെ അടിയങ്ങളോട് സംസാരിക്കുമാറാണമേ. പുതുവർഷത്തിന്റെ കർത്താവെ ഈ ആദ്യത്തെ ഫ്രൈഡേ കർത്താവെ അടിയങ്ങളോട് എന്താണ് സംസാരിക്കാൻ ഉള്ളത് അങ്ങേക്ക് എന്നുള്ള ആകാംക്ഷയോടെ അടിയങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നു. അവിടുന്ന് സഹായിക്കുമാറാണം, അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തുമാറാണം, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുമാറാണം എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ അടിയങ്ങള് കർത്താവ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുമാറാണമേ. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് മറുപടി നൽകി തന്നതിനായി സ്തോത്രം. തുടർന്നും കർത്താവെ അതേ വിശ്വാസത്തോടുകൂടെ ഈ പുതുവർഷത്തിലും അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് കൂടി വന്നിരിക്കുന്നു. അവിടുത്തെ കൃപ അടിയങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കുമാറാണമേ. അവസാനമായി ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഷേർലി കോശി സിസ്റ്ററെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാംസും ചന്തവും ഉചിതവുമായി കർത്താവെ ദൈവനാമഹത്വത്തിന് കാരണമാകുമാറ് ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം അങ്ങയുടെ ദാസി ഷീബാൻഡി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസി എത്രത്തോളം ബലപ്പെടുത്തി, ശരീരത്തിൽ ബലഹീനയായിരിക്കുന്നു എങ്കിലും കർത്താവ് മീറ്റിംഗിന് അടിയങ്ങളോടൊപ്പം ആയിരിക്കുവാൻ അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം ബലവും കർത്താവെ അവിടുന്ന് നൽകി കൊടുക്കുമാറാണ്. അങ്ങയുടെ ദാസിയിലൂടെ ചെയ്തെടുക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഈ വർഷത്തിലും കർത്താവെ അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് അങ്ങയ്ക്ക് വേണ്ടി ശോഭിപ്പാൻ അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തണമേ. കുടുംബമായിട്ട് അവരുടെ സുവിശേഷ വേലയിലെല്ലാം ദൈവം എത്രത്തോളം സഹായിച്ച് വഴി നടത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ എല്ലാ മാനവും മഹത്വവും തിരുമേനിക്കിരിക്കട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു ലത സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാനുള്ള അവസരമാണ്. അനീമയെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് അനീമയോടൊപ്പം ആ പാട്ടിൽ കർത്താവിനെ സ്തുതിക്കുവാനുള്ള അവസരമുണ്ട്. 2 പാട്ട് നമുക്കിപ്പോൾ അനീമയിൽ നിന്ന് കേൾക്കാവുന്നു. താങ്ക് യു സോ മച്ച് ഷേർലി. ഈ വർഷത്തെ ആദ്യത്തെ പ്രാർത്ഥനാ മീറ്റിംഗിൽ അടിയനും ഒരു ഭാഗമാകാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ഗാനം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മെ നടത്തേണ്ടതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഗാനമായിട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നാം മാത്രം മഹത്വപ്പെടേണ്ടതായിട്ട്.
ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായി ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായി ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ,
അതിശയവാൻ നീ മാത്രം എൻ ദൈവമെന്നും. ഏതൊരു വിശ്വാസിക്കും എപ്പോഴും പറയാവുന്നൊരു കാര്യം, എന്നെന്നും കരുതുന്നവനാണ് നമ്മുടെ യേശു. നമ്മുടെ ഈ പുതിയ വർഷത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിൻ്റെ കരുതൽ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ, ഏതൊരു കാലത്തും കർത്താവ് നമുക്ക് മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവട്ടെ. ഇന്നെന്നും കരുതുന്നോനീശു, ഇന്നെന്നും കാക്കുന്നോനീശു, ഇന്നെന്നും കരുതുന്നോനീശു, ഇന്നെന്നും കാക്കുന്നോനീശു. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസ്സോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനീശു, എന്നെന്നും കാക്കുന്നോനീശു, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമതോ പാറയോ ചെങ്കടലോ എരിഹോ യോർദാനതോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ,
യേശുവാനന്യൻ തന്നെ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എന്നെന്നും കരുതുന്നോനേശു എന്നെന്നും കാക്കുന്നോനേശു എന്നെന്നും കരുതുന്നോനേശു എന്നെന്നും കാക്കുന്നോനേശു എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനീമ. ഇത്രയും നേരം ദൈവസനെ നമ്മൾ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ വർഷത്തിന്റെ ആദ്യത്തെ ഈ വെള്ളിയാഴ്ച എത്ര നല്ലൊരു തുടക്കമായിരുന്നല്ലേ. ഈ ഉന്നതനും അത്യുന്നതനും ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന് മാത്രമാണെന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാ ഗീതം കേൾക്കുവാൻ നമുക്കിടയായി. അതുപോലെ എന്നും നമ്മളെ കരുതുന്ന, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കരുതിയ, ഇനിയും കരുതുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അനിമയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പാടുവാനുള്ള എല്ലാ കൃപയും ദൈവം തരട്ടെ. ആയിരിക്കും ജോലിയോടൊപ്പം അവിടെ ആയിരിക്കുമ്പോഴും ഈ ശുശ്രൂഷകളിലെല്ലാം വന്ന് പങ്കെടുക്കുവാനും ഇതുപോലെ പാട്ട് പാടുവാനും വചനത്തിൽ നിന്ന് പറയുവാനും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മകളെ ബലപ്പെടുത്തി. തുടർന്നും ഞങ്ങൾക്ക് സഹകരണം തുടർന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഈ പുതിയ വർഷത്തിൽ നമുക്ക് കിട്ടേണ്ട ആ വചനം ഇന്ന് ആൻറ്റിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമ്മൾ അനേക തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ ദിവസങ്ങളിൽ ഇരിക്കുന്നത്. എന്നാൽ ഈ മെസ്സേജിൽ കൂടി ചില പുതിയ തീരുമാനങ്ങൾ കൂടി എടുക്കുവാൻ, കർത്താവിന്റെ സന്നിധി നമ്മളെ ഒന്നുകൂടെ സമർപ്പിക്കുവാൻ മെസ്സേജ് ഇടയാക്കട്ടെ. ആൻറ്റിയെ ദൈവം വചനത്താൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. സാർ ആൻറ്റിയെ വചന ധ്യാനത്തിനായിട്ട് മെസ്സേജിനായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു ഷേർലി. ഇപ്പോൾ പാടിയതുപോലെ എന്നെന്നും കരുതുന്ന യേശു, ആ കരുതലിൽ, ആ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സ്വല്പസമയം വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ എല്ലാവർക്കും വിഷ് യു ആർ ബ്ലെസ്ഡ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഇങ്ങനെ എനിക്കൊരവസരം നൽകിയ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ച പാന്തർ ഫോർ ദ ലിവിങ് വേർഡിൻ്റെ കോർഡിനേറ്റേഴ്സിനോടും ഉള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സ്വല്പസമയം വചനധ്യാനത്തിനായിട്ടിരിക്കാം. 2026 ആദ്യത്തെ പ്രയർ മീറ്റിംഗ് ആണല്ലോ ഇത്. ഈ ജാനുവരി എന്ന വാക്ക് ഒരു റോമൻ ഗോഡ് ജാനസ് എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അത് പലർക്കും അറിയാമായിരിക്കും. ഈ ജാനസിന് 2 മുഖങ്ങളായിരുന്നു. ഒന്ന് മുൻപോട്ട് നോക്കുന്നതും ഒന്ന് പുറകോട്ട് നോക്കുന്നതും. അപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് ഡിസംബർ 31 നമ്മുടെ എല്ലാവരുടെ അസംബ്ലികളിൽ വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാം ഏവരും പുറകോട്ട് നോക്കി ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞു. പലരും മുൻപോട്ട് നോക്കിക്കൊണ്ട് പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഈ 2025 നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ ഹേർട്ട് ചെയ്ത പല സംഭവങ്ങളുണ്ടായിരുന്നിരിക്കാം. നമ്മളെ ചതിച്ചവരോ വഞ്ചിച്ചവരോ
അൺപ്ലസന്റ് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ടായെന്ന് വന്നേക്കാം. അപ്പോൾ ഇന്നേ ദിവസം ഈ പുതുവത്സരത്തിൽ, ഈ ന്യൂ ഇയറിന്റെ ആരംഭത്തിൽ തന്നെ ഈ അൺപ്ലസന്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് അങ്ങ് കുഴിച്ചു മൂടിയിടാം. അത് 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 നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണ്ട. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനും മറക്കേണ്ടത് മറന്നു കളയുവാനും ദൈവം നമുക്ക് സമയം തരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുമ്പിൽ അനിന്യരും പരമാർത്ഥികളുമായിട്ട് ദൈവത്തിൻ്റെ നല്ല നിഷ്കളങ്ക മക്കളായിട്ട് തുടരുവാൻ തന്നെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് നമുക്ക് ഓടുവാനുള്ള ഒരു തീരുമാനത്തോടെ നമുക്ക് മുൻപോട്ട് പോവുക. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് കൊണ്ട് എൻ്റെ മെസ്സേജ് ഇന്ന് വളരെ ഷോർട്ടായിരിക്കും. 2025 ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നാം ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടിയാണ് സഞ്ചരിച്ച് കഴിഞ്ഞ 3 ദിവസം വന്നത്. എൻ്റെ അനുഭവമല്ല നിങ്ങളുടെ ആരുടെ അനുഭവം. പലരും രോഗക്കിടക്കയിലാണ്, പലരും രോഗം കൊണ്ട് നടക്കുന്നു, പലരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ഫിനാൻഷ്യലി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ മുൻപോട്ട് പോകുന്നവരുണ്ട്. പല സാഹചര്യങ്ങളാണ്. എന്നാൽ ദൈവമക്കളായ നമുക്ക് ഏക സ്വരത്തിൽ പറയാൻ കഴിയുന്നത് ദൈവം നല്ലവൻ. അത് നാം വെറുതെ പറയുന്നതല്ല, ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് നാം പറയുന്നതാണ്. ദൈവം നല്ലവനെന്ന്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചാരുവാൻ ഒരു പാറയുണ്ട്. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, വി ഹാവ് ആൻ ആങ്കർ ദറ്റ് കീപ്സ് ദ സോൾ steadfast and sure while billows roll, fastened to the rock which cannot move, grounded firm and deep in the Savior's love. അതാണ് നമുക്ക് ധൈര്യമായിട്ട് പറയുവാനുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഭൂമിയിലെ വാസം ഓർത്ത് നോക്കുമ്പോൾ, നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ക്ഷണികമാണ്. മോശ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോവുക. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 2 വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 13-15 വാക്യങ്ങൾ. എക്സഡസ് ചാപ്റ്റർ 13 വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. 15 വാക്യം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അപ്പൊ ഈ ഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. മോശ 40 രാവും 40 പകലും ദൈവത്തോടൊപ്പം പർവ്വതത്തിലായിരുന്നു. ആ സമയത്ത് പാളയത്തിൽ അഹരോൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ജനം അതിനെ നമസ്കരിച്ചു. ദൈവകോപം തങ്ങൾക്ക് തന്നെ വരുത്തി വെച്ചു. അതിനെ യഹോവയുടെ കോപം വളരെ അവരുടെ മേൽ ചൊരിഞ്ഞപ്പോൾ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ മോശ അവർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് യാചിക്കുകയാണ്. അങ്ങനെ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇസ്രായേൽ മക്കളെ നയിക്കുന്നതിന് വേണ്ടി ഒരു ദൂതനെ അയക്കാമെന്ന് ദൈവം മോശയോട് പറയുന്നു. അവിടെയും മോശ അവർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് യാചിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്നാണ് മോശ പ്ലീഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യമുണ്ട്. ഏത് വലിയ പ്രശ്നത്തിനും ഒരു പരിഹാരം ദൈവസന്നിധിയിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രയർ. അതാണ് നമ്മൾ അതിനായിട്ടാണല്ലോ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. ഇനി 13 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കട്ടെ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ.
ഇപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിന്നെ അറിയണം, നിന്റെ വഴി ഞാൻ നിന്നെ അറിയണം, നിന്റെ വഴി എന്നെ അറിയിക്കണം, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണം. അപ്പൊ 40 ദിവസം ദൈവത്തോടു കൂടെ ആയിരുന്ന ശേഷമാണ് മോശ പറയുന്നത് നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന്. കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൃപയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലല്ല കൃപയുണ്ടെങ്കിലെന്ന് പറയുന്നത്. അത് മോശയ്ക്ക് അറിയാം, ദൈവകൃപ മോശയോടുകൂടെ ഉണ്ട് എന്നുള്ളത് നല്ലപോലെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ 40 ദിവസം ദൈവത്തോട് കൂടെ ഇരുന്നിട്ടും ദൈവത്തെ അറിയേണ്ടുന്ന രീതിയിൽ അറിയാൻ സാധിച്ചില്ല എന്നാണ് മോശയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഈ ദൈവത്തെ നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിൽ നമുക്ക് അംശമായിട്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മോശയെ പോലെ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്? ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പൊ അത് നമ്മൾ വചനം പഠിക്കണം. വചന പഠനത്തിൽ കൂടെയും അത് വെറുതെ പഠിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പഠിച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഉടനെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുന്നതോടൊപ്പം ദൈവം നമ്മളോട് ഇങ്ങോട്ട് എന്താണ് പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണം. ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം പ്രാർത്ഥന. ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വയ്ക്കുകയല്ല. ദൈവത്തിന് പല കാര്യങ്ങളും നമ്മളോട് ഇങ്ങോട്ട് പറയാനുണ്ട്, അതും കൂടെ കേൾക്കണം. അത് കേൾക്കാനും അനുസരിക്കാനും ഉള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ പുതുവത്സരം തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ കരുതലോടുകൂടെ, വളരെ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ വയ്ക്കുന്നതോടൊപ്പം ദൈവം ഇങ്ങോട്ട് എന്താണ് പറയുന്നതെന്നും കൂടെ ശ്രദ്ധിക്കാൻ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ ആ കേൾക്കുന്നത് കാര്യങ്ങൾ നമുക്കൊരിക്കലും ശിക്ഷാവിധിക്ക് കാരണമാകരുത്. നമ്മൾ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കരുതലോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. ഈ മോശ ഒരു ഇന്റർസെസറി പ്രെയർ ആണല്ലോ ഇവിടെ നടത്തിയത്. കാരണം മോശ പറയുന്നുണ്ട്, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ദൈവം അവരെ നശിപ്പിക്കാനായിട്ട് അവരുടെ ഐഡൽ അവരെ നശിപ്പിക്കാൻ തുടങ്ങി. ദൈവത്തോട് കിടന്ന് പ്രാർത്ഥിച്ച് പറയുകയാണ്, ഇത് നിന്റെ ജനമെന്ന് ഓർക്കണമേ. ദൈവത്തിന് അത് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ മോശ അവർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നാം ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനുണ്ട്. രോഗികളായിട്ടുള്ളവർ, മനസ്സമാധാനമില്ലാതെ കഴിയുന്നവർ, മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഭാരപ്പെടുന്ന അനേകർ, ജോലിയില്ലാത്തവർ, ഫിനാൻഷ്യലി കഷ്ടപ്പെടുന്നവർ, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നവർ. അത് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ്. ഒരു മതസ്വാതന്ത്ര്യമില്ലാതെ വളരെ ഭയത്തോടു കൂടെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ പോലും ആരാധനാലയങ്ങൾ തുറന്നിടാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ വളരെ പ്രതികൂലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. അതുപോലെ ഈ ദൈവവചനം കേട്ടിട്ടില്ലാത്ത അനേകരുണ്ട്. പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്താണ് അവർ മരണത്തിൻ്റെ വക്കിലെത്തുന്നതിന് മുൻപായിട്ട് അവരുടെ ഈ ഭൂമിയിലെ വസിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കത്തക്കോണം അവർ കേൾക്കുന്ന വചനത്തിന് ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ജീവിക്കാതെ, കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പതിയുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അവരെ തന്നെ താഴ്ത്തുവാൻ തക്കവണ്ണം അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ നശിച്ചു പോകുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അൺടോൾഡ് മില്യൺസ് ആർ സ്റ്റിൽ അൺടോൾഡ് എന്നാണ് ഒരു പാട്ട് പറയുന്നത്.
നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ കണ്ണുനീരോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2026 നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ, നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ ചിലരെങ്കിലും ഈ സത്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എൽസി ആൻറ്റി ഞാനും ഒക്കെ ആണെങ്കിൽ വളരെ വെളുപ്പിൻ്റെ ഞങ്ങൾ ഇതിനു വേണ്ടി, അതുപോലെ ഞാൻ മാത്രമല്ല, പിന്നെ കാനഡയിൽ നിന്ന് സിസ്റ്റേഴ്സ് ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഓരോ ടൈമിംഗ് ആണ്. എല്ലാവരും ഒരു സമയത്ത് ഒരേ ഹൃദയത്ത് ഒരേ മനസ്സോടെ നമ്മളിങ്ങനെ കൂടി വരുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഫലം ഉണ്ടാകണമല്ലോ. നമുക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി 15-ാം വാക്യം കൂടെ ഒന്നുകൂടി ഒന്ന് വായിച്ചോട്ടെ. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് പറയുകയാണ്. മോശ ജനത്തിനു വേണ്ടി വീണ്ടും യാചിക്കുകയാണ്. തൻ്റെ ഉഗ്രകോപത്തിൽ അവരെ നശിപ്പിക്കാൻ പോയ ദൈവത്തോട് മോശ പറയുകയാണ്, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം, ഇവരെ നശിപ്പിക്കരുതെന്ന് മോശ പ്ലീഡ് ചെയ്യുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ്. സിസ്റ്റേഴ്സ്, നമുക്കുമില്ലേ ഈ സ്വാതന്ത്ര്യം? ഈ ദൈവം നമ്മുടെ ദൈവമല്ലേ? അപ്പം മോശ പോലെ നമുക്കും പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെയും പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ദൈവസന്നിധിയിലേക്ക് ഓടുന്നവരാകരുത് നമ്മൾ. അപ്പം നമ്മുടെ ആവശ്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ ദൈവസന്നിധിയിൽ പോകണം. പക്ഷെ ദൈവവുമായിട്ട് നമുക്കൊരു 24/7 റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. നമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവം നമ്മളെ കാണരുത്. എപ്പോഴും ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നാം വരുന്ന ഉടനെ സമർപ്പണത്തോടുകൂടെ നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനുണ്ട്. നമ്മുടെ അസംബ്ലി മെമ്പേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മളെ ഉപദ്രവിക്കുന്നവർ, സുവിശേഷ വിരോധികൾ, ഇവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചതുപോലെ ഒരു മധ്യസ്ഥൻ നമുക്കുമില്ലേ? ആ മധ്യസ്ഥനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ദൈവകോപത്തീയിൽ നാം വെന്തെരിഞ്ഞു പോകേണ്ടവരായിരുന്നു. നമ്മുടെ ആ ദൈവകോപം നമുക്ക് വേണ്ടി വഹിച്ച്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ വെടിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായിട്ടിരുന്ന് നമ്മുടെ പാപം ക്ഷമിച്ചു തന്ന് നമ്മളെ അതിൻ്റെ മക്കളാക്കി ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മധ്യസ്ഥനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ മധ്യസ്ഥനിൽ കൂടിയാണ് നമുക്ക് ഈ ദൈവസന്നിധിയിൽ വരുവാനുള്ള സ്വാതന്ത്ര്യമുള്ളത്, അവൻ്റെ മക്കളായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാം. ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്ക് തുടരാം. നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം നടക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അനേകർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസസ് ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം 2 പേരോ 3 എൻ്റെ നാമത്തിൽ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോമിസസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. കഷ്ടതയിലും പാടാം. നാം കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുവാനുള്ള സമയം, അതിനോട് നമ്മൾ ആ ദിവസത്തോടെ നമ്മൾ ഒരു ദിവസം കൂടി അടുത്തു. അപ്പോൾ അതിൻ്റെ ആ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും.
അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് മറക്കേണ്ടതെല്ലാം മറന്ന് ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിച്ച് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിട്ട് നമുക്ക് മോശയെ പോലെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിക്കാം. ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കും. നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച് അതിനപ്പുറത്തൊരു സ്നേഹം ഇനിയും വേറെ വരാനില്ലല്ലോ. അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഈ ചെറിയ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സാർ. ആൻറ്റി വളരെ ലളിതമായിട്ട് എല്ലാ പോയിന്റ്സും വളരെ അനുഗ്രഹത്തോടെ നമുക്ക് പറഞ്ഞു തരുവാൻ ആൻറ്റി ദൈവം ബലപ്പെടുത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെടുത്ത തീരുമാനങ്ങൾ പലതാണ്. എന്നാൽ ഇന്ന് പുതിയ ചില തീരുമാനങ്ങൾ കൂടി എടുക്കാൻ ആരെയൊക്കെ ഓർത്താണ് പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്ന് നമ്മളെ കേൾപ്പിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരെ ഓർത്ത് ഇടിവിൽ നിൽക്കുവാൻ ഉള്ള ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മളെ ഇന്ന് കേൾപ്പിച്ചു. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥനായിട്ട് നിന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള പ്രാഗൽഭ്യം ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ വളരെ ജാഗരൂകരായിട്ടിരുന്ന് നമ്മൾ ഓരോ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ പുതിയ വർഷം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നല്ലൊരു മെസ്സേജ് കേട്ട് തുടങ്ങുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വർഷം ആ നിലയിൽ കർത്താവ് നമ്മളെ കൂടുതലായി എടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗ് എല്ലാം ആ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആൻറ്റിയെ ദൈവം തുടർന്നും ബലപ്പെടുത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും പുതിയ തീരുമാനത്തോടെ മുമ്പോട്ട് പോകാനും വചന കേൾവി ഇടയാക്കട്ടെ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോകാനുള്ള സമയമാണ്. അതാത് ഗ്രൂപ്പുകളിൽ പോയി വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 7:25 കൂടി നമുക്ക് പ്രയർ കഴിഞ്ഞ് മെയിൻ റൂമിലേക്ക് കടന്നു വരാവുന്നതാണ്. പരിശുദ്ധ നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, കേൾക്കാവോ? കേൾക്കാം. അവിടുന്ന് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവെ, ഈ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. കർത്താവെ, അടിയങ്ങളായ പെൺമക്കൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അങ്ങേ ആരാധിക്കുവാൻ അവിടെ നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലമൊക്കെ ഈ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ കാത്തു പരിപാലിച്ചു. ഞങ്ങളെ വഴി നടത്തിയ കൃപ, ഞങ്ങളെ താഴ്ചയിൽ നിന്ന് ഉയർത്തിയ കൃപ, കർത്താവെ, ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലപ്പ. ദൈവമേ കർത്താവെ, ഇന്ന് ഈ സഭ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവിടുന്ന് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അടിയനിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ അങ്ങയുടെ തിരുപാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പിതാവെ, കഴിഞ്ഞ വർഷം അങ്ങയുടെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ആദ്യം തന്നെ ഈ പുതിയ വർഷവും അനേകർക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറയിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷം ഇന്ത്യ ദേശത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തപ്പെടേണ്ടതിനു വേണ്ടി കർത്താവെ, അടിയങ്ങൾ അങ്ങയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേല സ്ഥലങ്ങൾ അനേകമുണ്ട്. എന്നാൽ കർത്താവെ, വേലക്കാരോ ചുരുക്കമാണല്ലോ. ഈ വേല സ്ഥലത്തേക്ക് കർത്താവെ, ദാസന്മാരെ അയക്കുവാനായിട്ട് അവിടുന്ന് അടിയങ്ങൾ അങ്ങയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, രാജ്യത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി കർത്താവെ, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരൊക്കെ ഈ സുവിശേഷത്തെ ധിക്കരിച്ച് കളയുവാനിടയാകാതെ ദൈവത്തെ മാത്രം അനുഗ്രഹിക്കുവാൻ അവിടുന്ന് സാധിക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായിട്ടും സമാധാനത്തിനായിട്ടും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം, വിശപ്പ്, പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ എന്നിവർ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ദൈവമേ, അവരെ ഓരോരുത്തരെയും പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ
യുദ്ധത്തിന്റെ ഫലമായി കഷ്ടം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും കർത്താവെ, അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉക്രൈൻ റഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം മാറുവാനും സമാധാനപരമായി പരിഹരിക്കപ്പെടുവാനുമായി പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ ഫലമായി കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ലോകമെമ്പാടുമുള്ള സംഘർഷം, അക്രമം, അനീതി എന്നിവ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നപ്പ, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാഷ്ട്രീയ സഭാ നേതാക്കൾക്ക് ജ്ഞാനത്തിലും മാർഗനിർദ്ദേശത്തിനുമായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലുള്ള 20 രാജ്യങ്ങൾക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ലോക സമാധാനത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സമാധാനമില്ലാതെ വലയുന്ന ജനങ്ങളാണല്ലോ അപ്പ ഈ രാജ്യത്തെപ്പാടും. കർത്താവെ, എല്ലാ ജനങ്ങളെയും പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, തൊഴിലില്ലായ്മ പ്രശ്നം, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലില്ലാത്ത ഈ ലോകത്ത് കർത്താവെ, അവിടുന്ന് അനേകം ജോലികൾ ലഭിക്കുവാനുള്ള മാർഗം അവിടുന്ന് കാണിച്ചു തരുമാറാകണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പൊന്നുപിതാവേ, കർത്താവെ, കഴിഞ്ഞ 1 വർഷക്കാലം കർത്താവെ, അടിയങ്ങളുടെ കയ്യിൽ നിന്നും അനേകം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടപ്പ. അതെല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും അവിടുന്ന് അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളല്ലോ അപ്പ. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ, വരും നാളുകളിലും ക്ഷേമത്തോടെ ആയിരിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയൻ അങ്ങയുടെ സന്നിധിയിൽ വെച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ തന്ന് സ്നേഹിച്ച ഞങ്ങളുടെ പിതാവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ ഷീബയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ആ. ശരീരത്തിൽ നല്ല സുഖമില്ലാതെ ബോഡി ഓക്കെ. പെയിനും പനിയൊക്കെ ഇരിക്കുകയാണ്. ആയിട്ടിരിക്കണം. അതുപോലെ ലിസി സാജു സിസ്റ്ററിനും സുഖമില്ലാതെ ആ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തേക്കുന്നത്. ഇവരെ രണ്ടുപേരെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ഓക്കെ. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അടിയങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ആഴ്ച തന്നെ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഇതുപോലെ ലിവിന്റെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനും പ്രിയ സാർ ആൻറ്റിയിൽ നിന്ന് വചനം കേൾക്കുവാനും ഒക്കെ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയദാസിക്ക് കൊടുത്ത വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങേ അറിയുവാനും കർത്താവെ അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിച്ചുകൊണ്ട് അങ്ങ് പറയുന്നത് കേൾക്കുവാൻ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സുള്ളവരായി, ദൈവത്തിന്റെ മനസ്സ് ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, പ്രിയ ഷിപ ജോണി സിസ്റ്ററിനായിട്ട്, ലിസി സജു സിസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇരുവരും കർത്താവെ വളരെ ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളിൽ കർത്താവെ വളരെ കഷ്ടപ്പെടുന്നു. കർത്താവ് സഹായിക്കണം. കർത്താവെ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പ്രിയ സഹോദരങ്ങൾക്ക് ശുശ്രൂഷയോടനുബന്ധിച്ചും അനേക കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുവാനൊക്കെ ആവശ്യമായിട്ടുള്ള ആരോഗ്യം വേണം. കർത്താവ് കൃപ ചെയ്യണമേ. വളരെ ബലഹീനയായിരിക്കുന്ന അവസരങ്ങളിൽ പ്രിയ മാതാക്കളെ അവര് കർത്താവ് ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവെ, എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ശക്തിയും അനുഗ്രഹവും കൊടുക്കണമേ. ഈ കാലാവസ്ഥയോടുള്ള പ്രതികൂലം കർത്താവെ, അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. അതെല്ലാം മാറ്റി പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നിന്റെ ദാസിയെ തൊട്ട് ശുദ്ധമാക്കണമേ. നിന്റെ ദാസിക്ക് ആവശ്യമായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയും അനുഗ്രഹവും കൂടെ ഇരിക്കണമേ. അങ്ങ് സൗഖ്യമാക്കിയിരിക്കയാൽ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക് 6ാം സ്ഥാനത്താണെന്ന് കേൾക്കുന്ന കർത്താവെ, ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുവാനും അവർക്ക് ജീവിക്കാൻ ആഗ്രഹവും ലക്ഷ്യവും കൊടുക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന അപ്പച്ച സഹായിക്കണമേ. ആരും കർത്താവെ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരരുതേ. ദൈവം ഓരോരുത്തരെയും കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ സുവിശേഷം ശക്തമായിട്ട് സുവിശേഷം അറിയിക്കുന്ന ദൈവവചനം അറിയിക്കുന്ന ദൈവമക്കളെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷം ദൈവിക ശക്തിയായി അവരിലൂടെ കർത്താവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം. അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. ആത്മഭാരമുള്ളവരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ അനേകം പ്രാർത്ഥനാ വീരന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേവലം ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവെ, അതുപോലെ ഹൃദയഭാരത്തോടുകൂടി ആത്മഭാരത്തോടുകൂടി കർത്താവ് പ്രാർത്ഥിക്കുന്നവരാകുവാൻ അങ്ങനെയുള്ളവരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, പല വാതിലുകളും അടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിലൊക്കെയും ദൈവകൃപ ചൊരിഞ്ഞ് പലരും വിശ്വസിക്കുവാൻ ഇടയാകുന്നു. എന്നാൽ കർത്താവ് സ്വാതന്ത്ര്യത്തോടുകൂടി
ഞങ്ങൾക്ക് കർത്താവെ സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെ നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഇന്ത്യയുടെ ഉടനീളവും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വളരെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ട്. അവരുടെ സംരക്ഷണത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന്റെ ഭയപ്പെടുവാൻ തക്കോണം കർത്താവെ അങ്ങനെയുള്ളവരെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവർക്കെതിരെയുള്ള എല്ലാ കേസുകളും വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുവാൻ കർത്താവെ കേസുകൾ തള്ളിക്കളയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കള്ളക്കേസുകൾ കുടുക്കി സുവിശേഷത്തിന് തടസ്സമാക്കുവാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവം വലിയവനാണെന്ന് അവരെ മനസ്സിലാക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നിമിത്തം പലരും അസഭ്യം കേൾക്കുകയും മാതാപിതാക്കളാലും ബന്ധുക്കളാലും ഒക്കെ കർത്താവ് വളരെ നിന്ദിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവെ സ്വർഗത്തിൽ അവരുടെ സമ്പത്ത് അവർക്കൊരു ഉത്തമ സമ്പത്ത് വെച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ, സഹായിക്കണമേ. കർത്താവ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്കി തീർക്കണമേ. കർത്താവിന് വേണ്ടി സഹിക്കുവാൻ, പൊറുക്കുവാൻ, ക്ഷമിക്കുവാനൊക്കെയുള്ള കൃപ കൊടുത്ത് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച തിരസ്കരിക്കപ്പെട്ട് വിശ്വാസ നിമിത്തം തിരസ്കരിക്കപ്പെട്ട് കർത്താവെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട വനങ്ങളിലും അതുപോലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ അഭയം തേടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണവും സാന്നിധ്യവും കൂടിയിരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ വളരെ പീഡ അനുഭവിക്കുന്ന നൈജീരിയ, സുഡാൻ, വടക്കേ ഇന്ത്യ എന്നീ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അങ്ങ് സഹായിക്കണമേ. ഈ പ്രവർത്തനങ്ങൾക്ക് കർത്താവെ അവർക്ക് വിശ്വാസ ജീവിതത്തില് കർത്താവെ വിട്ടുപോകാൻ തക്കവണ്ണം അവർ പ്രവർത്തിക്കുന്നുവെങ്കിലും അവരെ വിശ്വാസത്തിൽ അങ്ങ് സ്ഥിരപ്പെടുത്തണമേ, നിലനിർത്തണമേ, ശക്തിപ്പെടുത്തണമേ. അപ്പച്ച അങ്ങ് കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കെതിരായിട്ടുള്ള അക്രമം അവസാനിപ്പിക്കേണ്ടതിനായിട്ട് അങ്ങേക്ക് കൃപ തോന്നണമേ. കർത്താവ് സഹായിക്കണമേ. ലോക നേതാക്കൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സർക്കാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുവാൻ കർത്താവെ പുറപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആലോചനകളെ അങ്ങ് നിഷ്ഫലമാക്കി തീർക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരും ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭർത്താക്കന്മാർ മരിച്ചുപോയ കർത്താവെ ഭാര്യമാർ, വിധവകളായിട്ടുള്ള സഹോദരിമാരെ, അതുപോലെ ഭാര്യമാര് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവ് സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ, ഒറ്റപ്പെടല് ഒക്കെ കർത്താവ് അറിയുന്നു. ദൈവമേ അവർക്ക് ദൈവികമായ സമാധാനം കൊടുക്കണമേ. അവരെല്ലാവരും കർത്താവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. കർത്താവ് അവർക്ക് ആവശ്യമായിട്ടുള്ള കൃപ കൊടുക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സംരക്ഷണവും സമാധാനവും നീ അവർക്ക് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷണറി കെവിൻ റൈഡൌട്ടിന്റെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാസൻ എവിടെയായിരുന്നാലും അങ്ങയുടെ കൃപയെ സൂക്ഷിക്കണമേ. അദ്ദേഹത്തിന്റെ ഭാര്യയും 4 മക്കളെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സമാധാനിപ്പിക്കണമേ. ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ ആശ്വാസത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വാസങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനെ എവിടെയാണ് വച്ചിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ അവർ താനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുവാൻ തക്കവണ്ണം ഇടവരരുതേ. ദൈവത്തിന്റെ ശക്തി, സ്വർഗീയമായ കർത്താവ് കൃപ ധാരാളമായിട്ട് അവർക്ക് ചൊരിയണമേ. സ്വർഗീയമായ അധികാരത്തോടും കർത്താവെ അതുപോലെ ഭീഷണികൾക്ക് മുന്നിൽ കുലുങ്ങിപ്പോകാതെ ധൈര്യം നിറഞ്ഞവരുമായി തീരുന്നതിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ ദിവ്യശക്തി അവരോട് കൂടെയിരിക്കണമേ. ദൈവിക സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ എല്ലാ പീഡകരെയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവെ കൊണ്ടുവരുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും കർത്താവിന്റെ വേലയുടെയും കർത്താവിന്റെ ദാസന്മാരുടെയും സംരക്ഷണത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ അങ്ങ് സഹായിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരിക്കണമേ. സ്വർഗീയ ദൂതന്മാരാൽ വലയം ചെയ്യണമേ. ദൈവവചനത്തിൽ സ്ഥിരപ്പെടുത്തിടണമേ. അവർക്ക് അങ്ങയുടെ ആശ്വാസങ്ങൾ കൊണ്ടവരുടെ പ്രാണനെ തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലും ആരാധനയ്ക്കും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് ഇടയാക്കി തീർക്കണമേ. ഉത്തർപ്രദേശിലൊക്കെ വളരെ പ്രയാസമാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ കർത്താവെ ക്രൈസ്തവർക്കെതിരായിട്ട് വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവപ്പച്ചൻ ദയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറ്റിത്തരണമേ. അവർക്ക് വിശ്വാസികൾക്ക് മറ്റൊരു വിശ്വാസിയെ പോയി കാണുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുന്നു. ഞായറാഴ്ചകളിൽ അവർക്ക് സഭയിൽ വരുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ. അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തർപ്രദേശിലുള്ള റാണി
റാണി പ്രജാപതിയെയും ഭാര്യയും മറ്റു ചിലരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ദൈവമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ കർത്താവെ, അങ്ങേക്ക് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ അധികാരികളോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ പുതിയ മതപരിവർത്തന നിരോധനത്തിന് കർത്താവെ, നിയമപ്രകാരം മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്ത കർത്താവ് ന്യൂഡൽഹിയിൽ നിന്നുള്ള പാസ്റ്റർ ചാണ്ടി വർഗീസിനും അതുപോലെ കോട്ടയിൽ നിന്നുള്ള കോട്ടയിൽ നിന്നുള്ള അരുൺ ജോസിനും ജാമ്യം നിഷേധിച്ചതായിട്ട് കേൾക്കുന്നു. കർത്താവെ, അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ദൈവമേ, അവരുടെ വിടുതലിനായിട്ട് അടിയങ്ങൾ നിന്റെ സന്നിധിയിൽ യാചിക്കുന്നു, നിലവിളിക്കുന്നു. കർത്താവെ, മോശെ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് വിടുതൽ കൊടുത്ത ദൈവമാണ്, ജനങ്ങളെ അങ്ങ് സ്നേഹിച്ച ദൈവമാണ്. കർത്താവെ, അങ്ങ് സഹായിക്കണമേ, ഈ പ്രിയ സഹോദരങ്ങളെ വിടുവിക്കണമേ. അവർക്കെതിരായിട്ടുള്ള കള്ളക്കേസുകളൊക്കെ കർത്താവെ നിഷ്ഫലമാക്കി തീർക്കണമേ. അധികാരികളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ ശക്തി അവർ മനസ്സിലാക്കുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയദാസന്മാർക്ക് ദൈവികമായ ആശ്വാസവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, വിശ്വാസത്തിൽ സ്ഥിരത നമുക്ക് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പശാ, ഞങ്ങളെ നീ കേട്ടിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ പലവിധ പ്രയാസങ്ങളിലൂടെ പല സ്ഥലങ്ങളിലുമായിരിക്കുന്നു. കർത്താവെ, അവർക്ക് സാമ്പത്തികമായ, ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള കർത്താവിന്റെ ധൈര്യവും ശക്തിയും നൽകി സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നു. അടിയനെ കേട്ടിരിക്കയാൽ സ്തോത്രം ചെയ്യാവുന്നു. കർത്താവ്, അടിയന്റെ സ്തുതി സ്തോത്രങ്ങളും പ്രാർത്ഥനാ വിഷയം കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ സ്ഥിരമായ നാമത്തിൽ അർപ്പിക്കുന്ന പിതാവേ, സ്വീകരിക്കുമാറാണമേ. ആമേൻ. ആമേൻ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാതപിടുത്തം ഞങ്ങൾക്ക് ഇരിപ്പാൻ തൊക്കണം ഒരവസരമുള്ള കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ വർഷത്തിന്റെ ഈ ആരംഭ ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ പാതപിടുത്തത്തിൽ ഇരിപ്പാൻ തൊക്കണം എന്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, മോശ അവിടുത്തെ വളർച്ചതുപോലെ ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കർത്താവ്, ഞങ്ങളെ ഒരു ദിവസം പോലും മുന്നോട്ട് വിടാൻ ഞങ്ങൾ കഴിയത്തില്ല. കർത്താവെ, ആ നിലയിൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായി. അവിടുത്തെ ആലോചന പ്രകാരം ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കൃപപ്രകാരം ഞങ്ങൾ ജീവിതം ഉണ്ടായിരിക്കാൻ തൊക്കണം അവിടുത്തെ പാതപിടുത്തി ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു. കർത്താവ്, കുറവുകളും പോരായ്മകളെല്ലാം കർത്താവ് ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെ ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് മതിയായിരിക്കുന്നവർക്ക് സ്തോത്രം. പിതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കേസ് വിചാരണ നടത്തുന്നവരുടെ പേരോട് ഞങ്ങളോർത്ത് വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പേഴ്സണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഹരീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ പാസ്റ്റർമാരിലൊക്കെയും കർത്താവ് ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നതുമേ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളോടത്ത് അവിടുത്തെ കുറിപ്പുകളും അവിടുത്തെ പരിപാലനം ഓർത്ത് നടത്തിപ്പതിന്റെ മക്കളും ഉണ്ടായിരിക്കണമേ. കർത്താവെ, അവർക്ക് ഒരു വിധത്തിലും കർത്താവിന്റെ വേല ചെയ്യാൻ തടസ്സമായിട്ട് ഒന്നും ഉണ്ടാവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷക്കാലം കർത്താവിന്റെ വേല അതിഥ്യമായി ചെയ്യുവാൻ പാസ്റ്റർമാരെ കർത്താവ് വിശേഷങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർത്താവെ, എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ എന്റെ വചനം പ്രഘോഷിപ്പാൻ തടസ്സമായിട്ടുള്ള ഒരു കർത്താവെ ഭരണകൂടങ്ങളും വരാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്റെ കർത്താവിനാൽ തന്നെ ആയിരിക്കാൻ തൊക്കണം കർത്താവെ, അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് മക്കളോട് കാണണം തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജനങ്ങൾക്ക് ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുവാനുള്ള ആലോചനകളും കുറിപ്പുകളും എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ സ്തുതിപ്പാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കർത്താവ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കർത്താവ് ഉണ്ടാകുവാൻ തൊക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറിയിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഗവൺമെന്റ്, കർത്താവിന്റെ വചനം അറിയിപ്പാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഗവൺമെന്റ് ദൈവം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ വിശേഷങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം കർത്താവെ അറിയിപ്പാൻ യാതൊരു വിധത്തിലും തടസ്സം ഉണ്ടാകാതെ കർത്താവ് സ്വാതന്ത്ര്യത്തോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ അവിടുത്തെ മക്കളെയും ആളുകളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപകളാൽ നിറയ്ക്കണമേ. ദൈവമേ, അവിടുന്ന് മനസ്സരിഞ്ഞ് അവിടുന്ന് കരുണ തോന്നി അവിടുന്ന് സഹായിക്കുക വേണം. കർത്താവെ, ഞങ്ങൾ ഓർത്തതുപോലെ അങ്ങനെ കർത്താവെ അങ്ങനെയുള്ള ഭരണകൂടം വരുവാൻ തക്കോടുള്ള അവർക്ക് ജനങ്ങൾ കർത്താവങ്ങളുടെ വോട്ട് ചെയ്യുവാൻ തക്കണം കർത്താവിന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയുക്തവും സമാധാനപരവുമായ ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുവാനായി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവിടുന്ന് നീതിയോടുകൂടി അവിടുന്ന് നടത്തണമേ, അവിടുന്ന് നിയന്ത്രിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീതിയുള്ളവനാണ്. കർത്താവിന് നീതി കർത്താവ് നടപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ല, ഞങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല. പിതാവേ, ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. അവിടുത്തെ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഏകദേശം 60 ദശലക്ഷം ക്രിസ്ത്യാനികൾ ഈ നിർണായക
തിരഞ്ഞെടുപ്പുകളിൽ ധൈര്യശാലികളായി വോട്ട് അവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, ഓരോ വ്യക്തികളും കർത്താവെ എല്ലാവർക്കും കർത്താവെ വോട്ട് ചെയ്യുവാനുള്ള കർത്താവെ ആവശ്യബോധം കൊടുക്കണം കർത്താവെ. അതേ അവരുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളോട് കർത്താവ് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ ഓരോ വ്യക്തികളോടും കർത്താവ് കാരണം തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അതിന് മതിയായവനാണ്. കർത്താവിന്റെ സന്നിധി ഞങ്ങൾ ആ കാര്യങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് മതിയായിരിക്കുന്നവർക്ക് സ്തോത്രം. ഇതിന്റെ 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുണ്ട് കർത്താവ്. പലപ്പോഴും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനും ലക്ഷ്യം വഹിക്കുവാനും ഉപയോഗിക്കുന്നു. ഞങ്ങളെ കർത്താവ് ആ നിലവിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവ് മാറ്റി കർത്താവെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ ഇടയാകാതെ കർത്താവേ, എന്റെ കർത്താവിന്റെ കൃപകള് എന്റെ മക്കളുടെ മേൽ ഉണ്ടാകണമേ. സാത്താൻ നോക്കാനോ തൊടുവാനോ അനുവദിക്കരുത് കർത്താവേ. വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടി മക്കൾ പ്രവർത്തിക്കുവാൻ കൊണ്ട് അവിടെ നിന്ന് ഇടയാക്കണമേ. നിയമങ്ങൾ റദ്ദാക്കപ്പെടുവാൻ ഒരിക്കലും ഇടയാക്കരുത് കർത്താവേ. കർത്താവേ, അതെ നിയമങ്ങൾ ദൈവത്തിന് വിശ്വസ്തരായ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുവാൻ തോന്നുന്ന നിയമങ്ങൾ കർത്താവെ ഒരിക്കലും നടപ്പാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ NGOകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മതിപരിവർത്തനം ഏജൻസികളായി മുദ്ര കുത്തി അവയവങ്ങൾ ലൈസൻസുകൾ റദ്ദാക്കുന്നു. നീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിവേചക ബുദ്ധി ഉണ്ടാകുവാൻ വിവേചന ബുദ്ധി ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര കാര്യാലയത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീതി യുക്തവുമായ നിലയിൽ കർത്താവെ ഇന്ത്യയിലെ ആ നിലയിൽ കർത്താവെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കർത്താവെ കൃപ തന്ന് അതിനുള്ള കർത്താവെ നീതി അവിടെ നിന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മത തീവ്രവാദികളുടെ ആക്രമണങ്ങളും ഭീഷണികളും ആദിവാസി ക്രിസ്ത്യാനികൾ തുടർന്നും നേരിടുന്നു കർത്താവെ. അവിടുന്ന് അനേക പിരിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവിടുന്ന് വടക്കേണ്ടിയിലൊക്കെയും കർത്താവെ അനേക ദൈവമക്കളെ കർത്താവെ അവരുടെ മതത്തിലേക്ക് തന്നെ തിരിഞ്ഞ് കർത്താവെ അവരുടെ ഹിന്ദു മതത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ട് ഞങ്ങൾ പലരെ കേട്ടിട്ടുണ്ട് കർത്താവെ. പലരും ബൈബിൾ കർത്താവെ വെള്ളത്തിൽ ഒഴുകിവിട്ടതായി ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെയും കർത്താവ് കാണുന്നു, അറിയുന്നു. കർത്താവെ അവിടുന്ന് നിന്റെ മക്കളെ അവിടെ നിയന്ത്രിക്കണമേ. ഉറപ്പും ധൈര്യം കൊടുക്കണമേ. ക്രിസ്ത്യാനികൾ കർത്താവെ തുടർന്നും നേരിടുന്ന പ്രയാസങ്ങൾ നടന്ന് പിടിപ്പിക്കണമേ. വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും ചെയ്ത് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ അങ്ങനെ ഈ നാളെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവെ. പലർക്കും കർത്താവെ വെള്ളം പോലും കൊടുക്കാതെ കർത്താവെ മരിച്ചാൽ അടക്കുവാൻ പോലും സമ്മതിക്കാത്ത നിലയിലാണ് കർത്താവെ ഞങ്ങൾക്ക് അറിയുന്നത്. എന്റെ കർത്താവിന് അസാധ്യമായ കാര്യം ഒന്നുമില്ല കർത്താവെ. പല സ്ഥലങ്ങളിലും പള്ളിയിലെ ആരാധനകൾ കർത്താവെ നിരോധിക്കുകയും പള്ളികൾ അടച്ചിടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കർത്താവെ ദൈവകൃപയ്ക്കായി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർത്താൽ നോക്കുവാൻ തുടങ്ങാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മക്കൾക്ക് നല്ല ഉറപ്പും ധൈര്യവും വിശ്വസ്തയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും കർത്താവിന് തന്നെ മറ്റ് ഇടത്തോട്ടോ മാറാൻ അനുവദിക്കരുതേ പിതാവേ. ദൈവമേ, ആരാധനാലയങ്ങളെ കർത്താവെ അടച്ചിടുവാനോ അവിടെ ശല്യം ചെയ്യാൻ ദൈവമേ ആരെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എയ്ഡ്സ് രോഗികളെ ഓർത്ത് ഞങ്ങൾ വിശേഷങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തെ കുറിച്ച് ജനങ്ങൾ കർത്താവെ ബോധവാന്മാരാകേണ്ടതിനും കർത്താവെ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതിനും ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതിനും വിശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഓരോരുത്തർക്കും കർത്താവെ നല്ല ദൈവിക കാഴ്ചപ്പാട് കൊടുക്കണം കർത്താവെ. അവർക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തത കൊടുക്കണം, ഉറപ്പും ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കും കർത്താവ് മതിയാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം 10ലും 12ലും വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും എഴുതുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരീക്ഷ എഴുതാൻ കർത്താവെ ഫോണിൽ കൂടി അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. 10 മുതൽ കർത്താവെ 10 വരെ 12 ക്ലാസ്സുകളിലും കർത്താവെ അതുപോലെ നേഴ്സിംഗ് കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതുന്നവരുണ്ട്. ദൈവമേ, നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ അങ്ങനെ എല്ലാ പ്രവൃത്തി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും കർത്താവെ അവിടുത്തെ പ്രാർത്ഥിച്ചുള്ളവർ പഠിക്കുവാനും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ അവർക്ക് നല്ല വിജയം നൽകി ദൈവം ഞങ്ങൾക്ക് വലിയ പ്രവർത്തിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരം ജ്ഞാനം കുറവാണെങ്കിൽ കാര്യമായി തരുന്ന യഹോവയോട് യാചിക്കട്ടെ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ. ആ കുഞ്ഞുങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും കർത്താവെ അവിടുത്തെ ജ്ഞാനം കൊടുത്ത് എല്ലാ കുഞ്ഞുങ്ങളും കർത്താവെ 10ന് 11ന് 12 കർത്താവെ ഡിഗ്രികൾക്കൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി വിവേകം കൃപകളും കൊടുത്ത് പരിജ്ഞാനം കൊടുത്ത് ഓർമ്മശക്തി കൊടുത്ത് അവർക്ക് നന്നായി നല്ല മാർഗോട് വിജയങ്ങളാകുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി വിശേഷം കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് മതിയാവനായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ കൃപകൾ ഞങ്ങൾ നിറച്ചാൽ
കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കുഞ്ഞുങ്ങളെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. സകലമാനമൊത്തും എല്ലാം കർത്താവിന് തന്നെ ഇരിക്കട്ടെ. സൗകര്യങ്ങൾക്ക് വേണ്ടി പിതാവെ ഒരു പ്രാവശ്യം കൂടി കർത്താവെ ഷീബായും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവർക്ക് ശരീരത്തിന് വേണ്ടത്ര സൗഖ്യമില്ല കർത്താവെ. അവരോട് കർത്താവ് കാരണം ഞങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു എന്ന് ഞങ്ങൾ കേൾക്കുവാൻ തക്കോണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സർവ്വമാനമൗത്തും എല്ലാം കർത്താവിന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇപ്പോൾ ഒരു മെസ്സേജ് വന്ന് ബ്രദർ ഷാജൻ തിരുവല്ല TMM അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിനെയും കൂടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഫീവർ. അതുപോലെ നമ്മുടെ ഡെയ്സി തോമസിന്റെ ബ്രദർ ഇന്ന് രാവിലെ മരിച്ചു. ഡെയ്സിയും ഹസ്ബൻഡ് നാട്ടിലാകാം. ഡെയ്സിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ ബ്രദർ മരിച്ചു എന്നുള്ള വിവരം ഞാൻ എഴുതിയിട്ടുണ്ട്. നാട്ടിലാണോ? നാട്ടില. പ്രത്യേകം ദുഃഖിച്ചിരിക്കുന്ന ഫാമിലി ഓർത്ത് പ്രത്യേകം അതെ, പത്തനാപുരത്ത്. പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനും സ്നേഹവാനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. അനേകം സഹോദരിമാർക്ക് ഇതിനോടകം പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞല്ലോ കർത്താവെ. എത്രയോ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം തന്നു ഈ ഗ്രൂപ്പിൽ കൂടിയിട്ട് കർത്താവേ ദൈവമേ. അതുപോലെ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങ് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ഷാജന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. കർത്താവേ ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണേ, സഹായിക്കണമേ. എന്ത് പ്രയാസമായിരുന്നാലും കർത്താവെ ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിച്ച് കർത്താവെ വേണ്ടുന്ന വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതുപോലെ ഡെയ്സി തോമസിന്റെ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രദറിനെ ഇന്ന് രാവിലെ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്ന് കേട്ടു. കർത്താവെ ദൈവമേ, അവരുടെ ഫാമിലിക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ ദൈവമേ. അങ്ങ് സമാധാന പ്രഭുവാണ് കർത്താവ്. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവരെ ഫാമിലിയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവം വേണ്ടുന്ന എല്ലാ കൃപയും കൊടുത്ത് സമാധാനിപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശിവ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാതിരിക്കുകയാണല്ലോ കർത്താവെ, വേണ്ടുന്ന ആരോഗ്യമെല്ലാം കൊടുത്ത് ബലപ്പെടുത്തണമേ. എത്രത്തോളം സഹായിക്കുന്നു, കരുതുന്നു, അതിനെല്ലാം നന്ദി പറയുന്നു. തുടർന്നും സൗഖ്യം കൊടുക്കണമേ, ശുശ്രൂഷകളെല്ലാം ചെയ്യാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലീസി സാജുവിനെ സിസ്റ്ററെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കും സുഖമില്ലാതിരിക്കുകയാണല്ലോ കർത്താവെ. ദൈവമേ, അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നമ്മ സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൾട്ടിപ്പിൾ മൈലോമ ബോൺ ക്യാൻസർ ആണ് കർത്താവെ. ദൈവമേ, അങ്ങ് സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവെ. തക്ക സമയത്ത് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മോളി സാം, ബിനോയ് വർഗീസ്, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ക്യാൻസറാൽ ഭാരപ്പെടുന്നുവല്ലോ കർത്താവെ. ദൈവമേ, അവരെയും വിടുവിക്കണമേ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ അജിതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ. സഹോദരൻ ഷാജൻ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും എല്ലാ കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആരോഗ്യം ബലവും എല്ലാം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സവിത ജോസും ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു കർത്താവെ. അവർക്കും വേണ്ടുന്ന കൃപ കൊടുക്കണമേ. സിസ്റ്റർ തങ്കമ്മ സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണ തോന്നണമേ. ഇപ്പൊ ആരോഗ്യത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ ദൈവം ഓരോ ദിവസവും നടത്തുന്നു. തുടർന്നും കർത്താവ് നടത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, ആരോഗ്യം നല്ല ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബിഗയിലും ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സൗഖ്യം കൊടുത്തു. തുടർന്നും കംപ്ലീറ്റ് റിക്കവറി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെസ്സി മണ്ണാറക്കുളത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജെസ്സിക്ക് വേണ്ടി പ്രത്യേകം കർത്താവ് ഓർക്കണമേ, കരുണ തോന്നണമേ, വേണ്ടുന്ന കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. മൈക്കൽ വിനു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് ഭാരപ്പെടുന്നുണ്ട്. റാണി സിസ്റ്റർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് ഭാരപ്പെടുന്നുണ്ട്. രണ്ടുപേരെയും കർത്താവ് സഹായിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. വരും ദിവസങ്ങളിലെല്ലാം കർത്താവെ നല്ല ആരോഗ്യം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീനി സാംസൺ, നേഹ അഗർവാൾ, അവരെ രണ്ടുപേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും വേണ്ട നല്ല കൃപയും കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ, ഡേവിഡ് പി ഐസക്, തങ്കമ്മ ക്രിസ്റ്റി, ഷാരോൺ മോൻ, ഷൈനി കുര്യൻ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്കെല്ലാം വേണ്ടുന്ന കൃപ ധാരാളമായി കൊടുത്ത് സൗഖ്യം കൊടുത്ത് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂസൻ ജെയിംസ്, ജിൻസി, അതുപോലെ പുഷ്പ ജോർജ്, ബ്രദർ മത്തായി, അവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ, അവരെയും സൗഖ്യം കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ, നല്ല ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. KV വർഗീസ്, ഉഷ എലിയാസ്, PY ബാബു, ശ്രീജ, റോയ് മാമൻ, നിർമ്മല രാജൻ, ബെറ്റി കുര്യൻ, ടീന ബൈജു, ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെല്ലാം തരുന്നു കർത്താവെ. അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റീനു സന്തോഷ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിന് നന്ദി പറയുന്നു. തുടർന്നും കംപ്ലീറ്റ് റിക്കവറി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലാഡീസ്, സാം കെ ജോണ്, മിന്നു, ആബേൽ കെ ജോസഫ്, ജെസ്സി, അന്നമ്മ വർഗീസ് അവരെല്ലാം അങ്ങയുടെ കരുത്തിലേക്ക് തരുന്നു കർത്താവേ. ദൈവമേ, അവർക്കെല്ലാം സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ, നല്ല ആരോഗ്യവും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിൻസി, ഷേർലി രണ്ടുപേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയിൻ ജോർജ് സിസ്റ്റർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോണും മെമ്മറി ലോസും എല്ലാം ഉണ്ടല്ലോ കർത്താവ്, എല്ലാം അറിയുന്നു. കർത്താവിന് കഴിയാത്തായിട്ട് യാതൊന്നുമില്ല. കർത്താവിന്റെ കരം തൊട്ട് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. മജുവിന്റെ അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേക നാളായിട്ട് അസുഖം കൊണ്ട് ഭാരപ്പെടുന്നുവല്ലോ കർത്താവെ, സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂസൻ ജെയിംസിന്റെ വൺ സൈഡ് വീക്കാണ്, അതുപോലെ നടക്കാനുള്ള പ്രയാസങ്ങളുണ്ട് കർത്താവെ. എല്ലാം ദൈവം അറിയുന്നു. ദൈവത്തെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോൺസ് ചെറിയാനെ ഓർക്കുന്നു. സ്ട്രോക്ക് എല്ലാം വന്നിട്ട് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു കർത്താവെ, പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസ് മാനുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവെ, ദൈവമേ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവാഞ്ചലിസ്റ്റ് PC തോമസിനെ ഓർക്കുന്നു. അവരും ക്യാൻസർ മൂലം ഭാരപ്പെട്ടിരിക്കുന്നു കർത്താവെ, അവർക്കും സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് അഗസ്റ്റിൻ മാത്യുവും ഷീബ ജോണി സിസ്റ്ററും ഡയബറ്റീസാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവ്, സൗഖ്യം കൊടുക്കണമേ. ദൈവമേ, അങ്ങ് സൗഖ്യദായകനായ ദൈവമാണല്ലോ, കർത്താവിന് കഴിയാത്തായിട്ടൊന്നുമില്ല. അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് മാത്യു സ്ട്രോക്ക് വന്നിട്ടുണ്ട് കർത്താവെ, ദൈവമേ അതെല്ലാം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്ക് പെയിൻ മൂലം കഷ്ടപ്പെടുന്ന ഗ്രേസി ജോണിനെ ഓർക്കുന്നു കർത്താവ്, സഹായിക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഹാർട്ട് ഇഷ്യൂ ഉള്ള കെയോ ചെറിയാൻ, അതുപോലെ ജെയിൻ ജോസഫ് ആക്സിഡന്റും സിവിയർ ആക്സിഡന്റ് മൂലം വളരെയധികം മുറിവുകളൊക്കെ ഉണ്ട് കർത്താവെ, അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമേ, വേണ്ടുന്ന സൗഖ്യം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുൺ സെബാസ്റ്റ്യനും ക്യാൻസർ മൂലം ഭാരപ്പെടുന്നു കർത്താവ്, സൗഖ്യം കൊടുക്കണമേ. ബീന മാങ്കുളം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ഭാരപ്പെടുന്നുണ്ട്. ശ്രുതി തിബിൻസ് ഫാദർ ക്യാൻസർ ആയിട്ടും ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവെ, രക്ഷിക്കപ്പെട്ടിട്ടില്ല. സുലക ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവൾക്കും പൂർണ്ണ വിടുതൽ കൊടുത്ത് സഹായിക്കണമേ. അവളുടെ രക്ഷയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ, സഹായിക്കണമേ. അതുപോലെ ദൈവമേ, കുടുംബജീവിതത്തിൽ കൂടി ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബജീവിതത്തിൽ അവർക്ക് അനുഗ്രഹം കൊടുക്കണമേ, അന്യോന്യം ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും സഹായിക്കണമേ. അത് ഹൃദയത്തിൽ നിന്ന് കയ്പും നീരസവും എല്ലാം നീക്കം ചെയ്ത് വളരെ സ്നേഹത്തോടെ കരുതലോടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കുടുംബ ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരിക്കുമല്ലോ കർത്താവെ, അതെല്ലാം ഉണക്കി ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഏറ്റവും കൂടുതൽ ശക്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായിട്ട് ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവനാമം മാത്രം മാറ്റപ്പെടുവാനായിട്ട് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങൾക്ക് ബുദ്ധിവിവേകം പറഞ്ഞു തരണമേ, സഹായിക്കണമേ. കർത്താവിന്റെ വചനത്താൽ ഞങ്ങളുടെ പാതകളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതുപോലെ ദൈവഹിത പ്രകാരം ഓരോ കുടുംബവും സാമ്പത്തിക വിഷയങ്ങളും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സഹായിക്കണമേ. പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവരെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് കുട്ടികളെ വളർത്താനും അവരെ അഭ്യസിപ്പിക്കാനുമായിട്ട് എല്ലാ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായിട്ട് ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാനും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏക മനസ്സുള്ളവരായിട്ട് പരസ്പരം കരുണയും സ്നേഹവും ഉള്ളവരായിട്ട് ആർദ്രഹൃദയരും മര്യാദയുമുള്ളവരുമായിരിക്കാനായിട്ടും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത്രത്തോളം സഹായിച്ചു കരുതി ഞങ്ങളെല്ലാവരെയും കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരെയും വഴി നടത്തി വളരെയധികം ഞങ്ങളുടെ സഹായിച്ചു. അതിനെല്ലാം വീണ്ടും നന്ദി പറയുന്നു കർത്താവെ. തുടർന്നും ഈ വർഷം നല്ല രീതിയിൽ കർത്താവെ ഞങ്ങളെ കൂടുതലായിട്ട് ആത്മീയവർദ്ധന ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ കൂടുതലായി ദൈവത്തോട് പറ്റിച്ചേർന്ന് അങ്ങനെ ആശ്രയിച്ച് കൂടുതൽ വിശ്വാസത്തോടു കൂടി മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെച്ച യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിന്റെ പുതിയ വെള്ളിയാഴ്ച കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട്
അവസരത്തെ അവിടുന്ന് ഒരുക്കി അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമൊന്നുമല്ല, ഞങ്ങളെ വലിയനായ ദൈവത്തിന്റെ കൃപയും ഒന്ന് മാത്രം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ ഒരു പുതിയ വർഷം കാണുവാനായിട്ട് അവിടുന്ന് അനുവദിച്ചത്. അതോർത്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞു പോയ ദിവസങ്ങളെ വർഷങ്ങളെ ഒക്കെയും കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ആരോഗ്യ ആയുസ് തന്ന് പുതിയ വർഷത്തിൽ കയറുവാനും കർത്താവ് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങിനൊക്കെ സംബന്ധിപ്പാനായിട്ട് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2026 ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കർത്താവ് ഇതുപോലെയായ കൂടിവരവുകളൊക്കെയും കർത്താവ് തന്ന് ഞങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആത്മീയമായിട്ട് സന്തോഷമുള്ളവരായിട്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവിടുന്ന് ഇടയാകുകയും ചെയ്യേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരിൽ പലരും കർത്താവ് ശരീരമായ അസ്വസ്ഥതകളുള്ളവരുണ്ട്, വേറുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നും കർത്താവ് ഈ മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് ഇടയാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്ക്രീനിങ്ങിന്റെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ച ദൈവമായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സാറാ സഹോദരി അതിനായിട്ട് ഒരുക്കി കർത്താവെ തടസ്സമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് കർത്താവെ ആ വിഷയങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാക്കി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നെയല്ല കർത്താവെ, ഈ പ്രാർത്ഥന ലിസ്റ്റ് കർത്താവെ ഈ നിലയില് കർത്താവെ ക്രമീകരിച്ച പ്രിയ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ ഞങ്ങൾ അതിനൊക്കെ നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധി സ്തുതി സ്തോത്രങ്ങള് കരയേറ്റി അവിടുത്തെ സ്ഥലം മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യത്തിലായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ സ്ഥലം ഞങ്ങൾ പ്രാർത്ഥനയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അനേക വിഷയങ്ങൾ ഞങ്ങളുടെ സഹോദരിമാർ ഓർത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കർത്താവെ, തുടർന്നുള്ള വിഷയങ്ങൾ അവിടുത്തെ സ്ഥലം ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി അവിടുത്തെ സ്ഥലത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ കർത്താവെ, ഞങ്ങളുടെ ആരുടെയും കുറവുകളോ കുറ്റങ്ങളോ ഒന്നും അവിടുന്ന് കണക്കിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനുഷ്യമായ കർത്താവ് ഈ ജഡത്തിൽ താമസിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. അതൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ വളരെ വിനയത്തോടും താഴ്മയോടും ദൈവസ്ഥലിൽ കർത്താവെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഇടയാകണം. പ്രാർത്ഥിപ്പാനുള്ള വിഷയം അവിടുത്തെ സ്ഥലത്ത് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വേദനാജനകമായ സാഹചര്യങ്ങളും പ്രയാസകരമായ സമയങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അന്യോന്യം കുറിക്കുകയും വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവാൻ വേണ്ട കൃപ തരേണ്ടതിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മ ചെയ്യുമ്പോൾ തടന്നു പോകാതിരിക്കാനും ഹൃദയം അടുത്തു പോകാതിരിക്കാനും വേണ്ടി സഹായിക്കേണ്ടതിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശിക്ഷയെ നിരസിക്കാതിരിക്കാനും തിരുത്തലിന് വെറുക്കാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ മറ്റുള്ളവർക്ക് സേവനം വിലമതിക്കുന്നതും ദൈവിക സത്യങ്ങൾ പഠിപ്പിക്കുന്നതും ദൈനംദിനം ജീവിക്കുന്നതുമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ സഹായിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്നായി പരസ്പരം കേൾക്കുവാനും സ്നേഹത്തോടെ സംസാരിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരസ്പരം ഹൃദയങ്ങൾ മനസ്സിലാക്കുവാനും നിരാശയിൽ പോലും കർത്താവെ ക്ഷമ കാണിക്കുവാനും ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ വരും തലമുറകൾ നിന്നിൽ വേരൂന്നതായിരിക്കട്ടെ. ഞങ്ങളുടെ പൈതൃത്വം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും നിന്നോടുള്ള അനുസരണത്തിന്റെയും ഒന്നായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറവുള്ളവരാകുന്നു. ആ കുറവുകളൊക്കെ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശ്രദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്ത കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്യോതി മോളൻ ഫാമിലിയെ ഓർക്കുന്നു. ശരണും അരുണെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ബെറ്റി വിനോദും സഹോദരൻ വിനോദ് തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർക്കൊക്കെയും കർത്താവ് കുടുംബജീവിതത്തില് അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്ത് അവർ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിസ്റ്റർ ഡയാന ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഉദരബലം കൊടുത്ത പ്രിയ സഹോദരിമാരെ ഞങ്ങൾ ഓർക്കുന്നു. ഷീന ജോൺസനെയും ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വിഷയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഈ വർഷം നന്ദിയോടെ അത് ഓർക്കുന്നു. കർത്താവ്,
കർത്താവെ സ്തുതിക്കുന്നു. ജസ്ലിയാണ്ട് അഞ്ജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ തക്ക സമയത്ത് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവവേലയിൽ ഉത്സാഹമുള്ളവരായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കാനും മാതാപിതാക്കൾക്കും മറ്റു അധികാരികൾക്കും കീഴ്പ്പെട്ട് ജീവിക്കാനും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങൾ കർത്താവെ കുഞ്ഞുങ്ങളുടെ സംസാരത്തിലും വിശുദ്ധിയിലും ജ്ഞാനത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും അവർ ലോകത്തിന് ഒരു മാതൃകയുള്ളവരായിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ബൈബിൾ വായന ശീലമുള്ളവരായിരിക്കുവാൻ സഹായിക്കണമേ. അവരെ ക്രിസ്തുവിന്റെ അറിവിലും കൃപയിലും വളരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വർഷം ഈ ലോകത്തില് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് കരുതുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ ഇന്ന് വിശ്വാസം ത്യജിച്ച് നിരീശ്വരവാദിയായി ജീവിക്കുന്ന അവരുടെ ഒരു മടങ്ങി വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നു. ഇന്ന് അനേക യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ധാർമ്മിക ജീവിതത്തിന് അടിമകളായി ജീവിക്കുന്നു. അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ആസക്തി, നെഗറ്റീവ് സ്വാധീനങ്ങൾ അല്ലെങ്കിൽ വിനാശകരമായ മാതൃകൾ എന്നിവയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കേണ്ടതിന് വേണ്ടി അവർ കർത്താവ് ഇടയാകേണ്ടതിന് വേണ്ടി അവരെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ വളരെ വിവേകത്തോടെ അവരുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ദൈവഹിത പ്രകാരമുള്ള പഠനത്തിനും ജോലിക്കും വിഭാഗത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങൾ അവരുടെ ആത്മീയ വരങ്ങൾ കണ്ടെത്തുവാനും അത് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കും പ്രയോജനപ്പെടുത്തുവാനും സഹായിക്കേണ്ടതിലൂടെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ വരങ്ങൾ സഭകളിൽ ഉപയോഗിക്കാൻ വേണ്ട അവസരങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഓരോ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ അവസരത്തെ കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾ ഓർത്ത് ഫാൻറ്റം ഫോർ ദി യൂത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടി കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസത്തിലും നടക്കുന്ന കൂടിവരവുകൾ ആത്മീയ പ്രയോജനത്തിനാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പുകൾ നയിക്കുന്ന സഹോദരിമാരെ ബലപ്പെടുത്തേണ്ടതിനും കർത്താവ് അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ അത് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകാൻ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേക ആ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നിലയിലൊക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൂടിവരവനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആഴ്ചയുടെ വിവിധ സമയങ്ങളില് കർത്താവെ ഇങ്ങനെയുള്ള മീഡിയയിൽ കൂടി ഞങ്ങളെ ഒത്തുചേർക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതൊരു സ്തോത്രം. സഹർവതും കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവോടെ കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഇത്രത്തോളം വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അജിത അജിമോൻ സിസ്റ്റർ, അതുപോലെ ലത രവികുമാർ സിസ്റ്റർ, ലീലാമ്മ കുര്യാക്കോസ് ആന്റി, പ്രസന്ന ആന്റി, ആനി ആന്റി, ഇവരെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രയർ ലീഡ് ചെയ്യുവാൻ സാറ ആന്റിക്കും കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകം ഈ പ്രയർ സബ്ജക്റ്റുകളെല്ലാം പ്രിപ്പയർ ആക്കുന്നത് റൂബിളാണ്. റൂബിളിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവർക്കും ഇടയാക്കട്ടെ. എനിക്കും ഇങ്ങനെ ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ഈ വെള്ളിയാഴ്ച ഇങ്ങനെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ അവസരങ്ങളെ തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ ഡാർലി ആന്റിയെ ഓർത്തും ഗ്രൂപ്പിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് ഈ വർഷം കൂടുതൽ അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിനായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ എല്ലാവർക്കും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥന ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ഇറ്റലിയിൽ നിന്നും ഷെർലി കോശി സഹോദരി ജോയിൻ ചെയ്തിട്ടുണ്ട്. സഹോദരി അതിനു വേണ്ടി ക്ഷമിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഷീബാമാമയും ഡാർലിമാമയും ഒക്കെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും കൊടുക്കണമേ. ശരീരമായ പ്രയാസത്തിൽ നിന്നൊക്കെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും ആയിരിക്കുന്ന സ്ഥലസഭയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ. ഈ മീറ്റിംഗ് ആദ്യം മുതൽ ഈ അവസാനം വരെയും ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ഷെർലി മാമയും അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചല്ലോ. ബോംബെയുടെ പ്രദേശത്ത് പ്രിയ കുടുംബത്തെ അവിടുത്തെ മഹിമയ്ക്കായിട്ട്
ആക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിശ്വസ്തരായിട്ട് അവിടുത്തെ വേല ചെയ്യുവാൻ തക്കവണ്ണം ആ പ്രിയ കുടുംബത്തെ അവിടെ ആക്കിയല്ലോ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നും മക്കളും കൊച്ചുമക്കളും കുടുംബമൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് സൂക്ഷിക്കണം. ഈ വർഷവും അധികം ഫലം വരുന്ന രീതിയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ആവശ്യമാണ്. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പണിംഗ് പ്രെയർ ചെയ്ത ലത സ്വരൂപ സിസ്റ്ററിനായിട്ട് സ്തോത്രം. ബോംബെയുടെ പ്രദേശത്ത് പ്രിയ സഹോദരിയെ കുടുംബമായിട്ട് അവിടുന്ന് പോറ്റി പുലർത്തുന്ന വിധത്തിനായിട്ട് സ്തോത്രം. ഈ വർഷം അധികം ആത്മീയ നന്മകൾ കൊടുത്ത് പ്രിയ സഹോദരിയെയും കുടുംബത്തെയും അവിടുന്ന് സഹായിക്കണം. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. അവരായിരിക്കുന്ന സ്ഥലസഭയെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് മനോഹരമായ പാട്ടുകൾ പാടി ഞങ്ങളെ ആനന്ദത്തിൽ, ആത്മീയമായ ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയ സഹോദരി അനീമയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങളോടൊപ്പമായിരിക്കാൻ, പലവിധ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ജോലിക്കിടയിലും അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് കാര്യങ്ങളെ ചെയ്യുവാൻ പ്രിയമകളെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അയർലൻഡിന്റെ പ്രദേശത്ത് കുടുംബമായിട്ടായിരിക്കുന്നു. ഇവരെ സൂക്ഷിക്കണം. ജോലി കാര്യങ്ങളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. ഈ വർഷവും അധികം ഫലം കായ്ച്ചുകൊണ്ട് കർത്താവെ മീറ്റിങ്ങിനൊക്കെ കടന്നു വരുവാനും കർത്താവെ പാടുവാനും വചനം ഷെയർ ചെയ്യുവാനും ഒക്കെ പ്രിയമകളെ അവിടെ നിർത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ അത്യുന്നതനായ ദൈവത്തെ കർത്താവെ ഈ ഞങ്ങൾക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ എത്രമാത്രം അങ്ങയെ സ്തുതിച്ചാലും മതിയാകത്തില്ലല്ലോ കർത്താവെ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവുകൾക്ക് അത് വർണ്ണിക്കുന്നതിലൊക്കെ അധികമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്ഭുതമായിട്ട് അതിശയമായിട്ട് ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടുത്തെ കൃപയും അത്ഭുതമായ അതിശയകരമായ നടത്തലുകളും അടിയങ്ങൾ അനുഭവിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പകൽക്കാലവും ദൈവസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചത്. അതെ, നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കോണം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ കാലത്തും മതിയായവനായിട്ട് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ കരുതുന്ന കർത്താവെ അവിടുത്തെ മാറാത്ത സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഉയർച്ചയിലും ഞങ്ങളുടെ താഴ്ചയിലും അവിടുത്തെ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ നടന്നതല്ല, അവിടുന്ന് ഞങ്ങളെ കൈക്ക് പിടിച്ച് നടത്തിയതാണ് കർത്താവെ. ഒന്നു മാത്രം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ കൈ പിടിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ കൈവിട്ട് ഞങ്ങൾ ഓടിപ്പോകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടുന്ന് ഞങ്ങളുടെ കൈക്ക് പിടിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും മാറിപ്പോകാനായിട്ട് കഴിയില്ലല്ലോ നാഥ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ മുറുകെ പിടിച്ചു. ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ യാതൊരു ഗുണമോ ഞങ്ങളുടെ യാതൊരു നന്മയോ അല്ല കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ കൈക്ക് മുറുകെ പിടിച്ച് ഞങ്ങളെ വഴിതെറ്റാതെ പാപത്തിലേക്ക് വീഴാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന അവിടുത്തെ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തുടർന്നും ഈ വർഷവും ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറാമാമയ്ക്കും ഹൂഷണി ഇരുന്നുകൊണ്ട് ഞങ്ങളോട് വചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയദാസിയെ അവിടുന്ന് ബലപ്പെടുത്തി അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കരങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു കർത്താവെ ഏത് പ്രശ്നത്തിന്റെയും പ്രതികൂല സാഹചര്യത്തിന്റെയും മധ്യത്തിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അങ്ങയോട് മാറോട് ചേർന്ന് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ഞങ്ങളെ അതിനായിട്ട് അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വഴി എന്തെന്നറിയുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നോൺ സ്റ്റോപ്പ് ഇല്ലാതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ മനോഹരമായ ശബ്ദം, മകനെ മകളെ എന്നുള്ള ആ വിളി ഞങ്ങൾ കേൾക്കുവാൻ പലപ്പോഴും ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ കുറവാണ്. എന്നാൽ ഈ വർഷം ഞങ്ങൾക്ക് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ശബ്ദത്തിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിപ്പാൻ, ഒരു സമർപ്പണ ജീവിതം ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയങ്ങളെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമാകുവാൻ തക്കവണ്ണം ആ രീതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് ക്രമീകരിപ്പാൻ തക്കവണ്ണം പ്രിയദാസിയിൽ കൂടി ഞങ്ങൾക്ക് തന്ന വിലയേറിയ വചനത്തിനായിട്ട് സ്തോത്രം. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അനേക സഹോദരിമാർക്ക് കർത്താവെ അനേക വിഷയങ്ങളെ ഓർത്ത് കർത്താവെ രാജ്യത്തിനു വേണ്ടി, രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ആവശ്യമുടമൂത്തിയിരിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അനേക സഹോദരിമാരെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കൂടി വന്ന എല്ലാ സഹോദരിമാർക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും അവരായിരിക്കുന്ന സ്ഥലസഭയ്ക്കായിട്ടും സ്തോത്രം. വിശേഷാൽ ഈ വർഷം ഞങ്ങളെ എൽസിമാമയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയദാസിയോട് അവിടുന്ന് കരുണ കാണിക്കണമേ. കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനായിട്ട് ബലത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ
ഞങ്ങളുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് ആ നാമം ഉള്ളതിനാൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നും ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ കടന്നു വരുവാനും കർത്താവെ ഐശ്വര്യമേറിയ മനോഹരമായ മുഖം കണ്ട് ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തുടർന്ന് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും അവിടുത്തെ കരുണയും കർത്താവെ അവിടുത്തെ കൃപയും ഞങ്ങൾക്ക് ഇന്നയോളം അനുഭവിച്ചു, തുടർന്ന് അനുഭവിപ്പാൻ ഈ പുതുവർഷം ഞങ്ങൾക്ക് അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും കർത്താവെ എല്ലാ വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അധികമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഈ ആത്മാവിൽ നിലനിൽപ്പാൻ തക്കോണം ഈ പുതുവർഷം കർത്താവിനായിട്ട് നിലനിൽപ്പാൻ ഞങ്ങൾ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ ഭൗതിക നന്മകളെക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ ഉണരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിക്കണം. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ ബലഹീനരാണ് കർത്താവെ. അവിടെ ഞങ്ങളെ നിലനിർത്തിയിരിക്കാൻ സ്തോത്രം. അടിയന്റെ കുറവുകളോട് അവിടുന്ന് ക്ഷമിച്ച് പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേകം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.